സൗന്ദര്യം നിലനിൽക്കാനായിട്ട് അമ്മയും മകളും കൂടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോകും. അതേ കൂട്ടുകാരെ, ഒരു കിടിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലാര സതി എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ്. അവളിപ്പോ അനിയത്തിയായിട്ടുള്ള ആയുവിനെ കോള് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചിയുടെ ഫോൺ കോൾ ഒന്നും അവൾ എടുക്കാറേയില്ല. കാരണം മറ്റൊന്നുമല്ല, ആയുവിന്റെ ചേച്ചിയായിട്ടുള്ള ലാര സതി പണത്തിന് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുകയാണ്. ലാറയുടെ ഉറ്റ സുഹൃത്താണ് അർമൻ. അവളെ ഇപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ വിട്ട ശേഷം അർമൻ അവിടെ നിന്നും പോകുന്നു. അവനൊരു ടാക്സി ഡ്രൈവറും കൂടിയാണ്. ഒരുങ്ങിക്കെട്ടി അവിടുത്തെ ഒരു പണക്കാരനെ കാണാനായിട്ടാണ് അവൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും തന്നെ അവളെ നോക്കുന്നു. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. ലാറ കണ്ടുമുട്ടിയ ആ ഒരു പണക്കാരൻ ചങ്ങാതിയാകട്ടെ ഇപ്പൊ ലാറയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അയാൾക്ക് അവളെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ ലാറ അതിന് സമ്മതിക്കുന്നില്ല. നമ്മുടെ കരാർ പ്രകാരം ഇന്നും കൂടി മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാകുള്ളൂ എന്നും പറഞ്ഞ് ലാറ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പണക്കാരൻ ചങ്ങാതി അവളെ കടന്നു പിടിക്കുകയും അവളെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ ലാറ തന്റെ അനിയത്തിയായിട്ടുള്ള ആയുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്നത്തെയും പോലെ അവൾ ഫോൺ എടുക്കുന്നില്ല. ലാറയാകട്ടെ ഈ ഒരു പണക്കാരിൽ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അയാൾ വിടുന്ന ലക്ഷണമില്ല. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ ആർക്കും കിട്ടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അവളെ എടുത്ത് താഴേക്കിടുകയാണ്. ഒരു കാറിന് മുകളിലേക്കാണ് ലാറ ചെന്ന് വീണത്. ഉടൻ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടേക്ക് ആയു ഓടി വന്നു. അർമൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് ചേച്ചിക്ക് പറ്റിയതെന്ന് അർമനോട് ആയു ചോദിക്കുന്നു. ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അർമൻ ആയുവിനോട് തുറന്നു പറഞ്ഞു. ഉടൻ തന്നെ ഡോക്ടറെ വരെ വിളിപ്പിക്കുകയാണ്. മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉള്ളത് കൊണ്ട് തന്നെ ലാറ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നു. മാത്രമല്ല ലാറയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മുട്ടുസൂചികൾ ഉണ്ടെന്നും അതെന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും ഈ ഡോക്ടർമാർ അവരോട് പറയുന്നു. മരുന്ന് മേടിക്കാനായിട്ട് ആയു ഫാർമസിയിലേക്ക് ചെന്നപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫ് അവളുടെ ചേച്ചിക്ക് പറ്റിയ അപകടത്തിന്റെ ന്യൂസ് കാണുകയായിരുന്നു. ഹോസ്പിറ്റൽ ബില്ല് തന്നെ വലിയൊരു തുകയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അർമൻ അങ്ങനെ ആയുവിനോട് നമുക്കൊരു ഷാമാനെ പോയി കണ്ടാലോ, നിന്റെ കയ്യിൽ ഇനി പൈസയുണ്ട് കൊടുക്കാനായിട്ട്, അതെന്തായാലും ഇപ്പൊ വേണ്ട എന്നാണ് ആയു അർമനോട് പറയുന്നത്. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടും ലാറയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ ഇവരെല്ലാവരും അവളെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ഇപ്പൊ മരണം ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. പക്ഷെ ഡോക്ടർമാർ എല്ലാവരും നോക്കി നിൽക്കെ ലാറയുടെ ശരീരം വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നു. അവൾ വീണ്ടും കണ്ണു തുറക്കുന്നു. എല്ലാവരും ഇതൊരു മെഡിക്കൽ മിറാക്കിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലാറയ്ക്ക് സംസാരിക്കാനോ എഴുന്നേൽക്കാനോ സാധിക്കുന്നില്ല. ഒരുപാട് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ലാറയ്ക്ക് കൂട്ടിന് ICUവിൽ ഇരിക്കുന്നത് ആയുവാണ്. ഒരു ദിവസം രാത്രി ലാറ വളരെയധികം വിറച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ ഒരു കിടക്കപ്പായിൽ നിന്നും പുറത്തേക്കുള്ള ജനലിലേക്ക് അവൾ നോക്കുന്നു. എന്താണെന്നറിയാതെ നമ്മുടെ ആയു പേടിച്ചു വിറച്ചു. അടുത്ത ദിവസം തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയും ഹോസ്പിറ്റലിൽ ചെലവാക്കാനുള്ള പൈസ ആയുവിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ അർമന്റെ സഹായത്തോട് കൂടിയിട്ട് ആയുവിന്റെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്. അതൊരു ചെറിയ ഗ്രാമമായിരുന്നു. സീനോ എന്ന് പറയുന്ന ഒരു വികൃതി ചെക്കനുണ്ട്. അവന്റെ കൂട്ടത്തിലുള്ള കുറച്ച് പിള്ളേരൊക്കെ കൂടി ഇപ്പൊ ബസ് സ്റ്റോപ്പിലാണ് കിടന്നുറങ്ങുന്നത്. ഈ ഒരു കാറ് രാത്രി പോകുന്നത് കണ്ട് അവർക്കൊരു സംശയം തോന്നുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ലാറയ്ക്ക് കിടക്കാനായുള്ള മുറി മൊത്തം ആയു വൃത്തിയാക്കി. ശേഷം രാവിലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൾ വൃത്തിയാക്കുന്നത്. അതിനിടയിൽ ഇവരുടെ ഫാമിലി ഫോട്ടോസും മറ്റൊക്കെ ആയു കാണുന്നു. അവൾക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. ലാറയുടെയും ആയുവിന്റെയും അമ്മയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ലാറയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ആയു ആകട്ടെ ഇപ്പോ ദാമൻ എന്ന് പറയുന്ന ഇവരുടെ പരിചയക്കാരനെ കാണാനായിട്ട് പോകുകയാണ്. ആയുവിന് ഈ നാട്ടില് ആകപ്പാടി അറിയുന്നത് ദാമൻ എന്ന് പറയുന്ന ഈ ഒരു അങ്കിളിനെ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ ഇവർക്ക് എതിരാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ അമ്മയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇവളുടെ ചേച്ചിയായിട്ടുള്ള ലാറ ഒരു സെക്സ് വർക്കർ ആണെന്ന് നാട്ടിൽ മൊത്തം പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ കാണുമ്പോൾ കളിയാക്കും. ദേ ഇവനാണ് സീനോ. ഇവളുടെ ചേച്ചിയായിട്ടുള്ള ലാറയോട് അവന് നല്ല ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് തിരിച്ചങ്ങോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആയും ലാറയും വീണ്ടും വീട്ടിലേക്ക് എത്തി എന്നറിഞ്ഞപ്പോ നാട്ടുകാർ മൊത്തം അത് ഒരു ചർച്ചാ വിഷയമാക്കി ഏറ്റെടുത്തിരിക്കുന്നു. ചന്തയിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ആയു വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അർമൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയധികം എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് അർമന്റെ അടുത്ത് ആയു ചോദിക്കുന്നു. അർമന് ഒരുപാട് ഇഷ്ടമായിരുന്നു ലാറയെ. ലാറ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അറിഞ്ഞിട്ടും അവൻ ആ ഒരു സ്നേഹം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആയുവിന് ഒരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് ചേച്ചിയുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ലാറ പറയുമായിരുന്നു, എനിക്ക് ഈ മേക്കപ്പ് ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല, ഞാൻ സുസൂക്ക് ചെയ്തോളാം. അതായത് ചാംനീഡിൽസ് എന്നാണ് അതിന് പറയുക. ഒരു മുട്ടുസൂചി പോലുള്ള സാധനം അത് ഈ ഒരു കവിളിൽ അല്ലെങ്കിൽ ഫേസിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരിക്കും.
അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും യൗവനം നിലനിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് ഒരുപാട് ദോഷവശങ്ങളുമുണ്ട്. തന്റെ ചേച്ചിയും ചാം നീഡിൽസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആയുവിന് ഉറപ്പായി. അന്ന് രാത്രി ആയു അവിടെ മുറിയൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ അമ്മയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. അമ്മയും ഇതേപോലെ തന്നെ ചാം നീഡിൽസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ റൂമിലുണ്ടായിരുന്ന ഒരു പെൺ പ്രതിമയിൽ നിന്നും ചോര വരുന്നത് ഇപ്പൊ നമ്മുടെ ആയു കാണുന്നു. മാത്രമല്ല ഒരു ദുർഗന്ധവും ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അർമൻ വന്നിട്ട് ആയുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആയു അർമന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അർമൻ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന റഹ്മാത്ത് എന്ന് പറയുന്ന ഒരു ഷാമാനെയും കൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഷാമാനാകട്ടെ ഈ സുസൂക്കുകൾ, അതായത് ഈ മുട്ടുസൂചികള് ലാറയുടെ ദേഹത്ത് നിന്നും മുഖത്ത് നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ വളരെയധികം പവർഫുൾ ആയിരുന്നു ആ ഒരു ശക്തി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അതെടുക്കാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ റഹ്മാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഷാമാന്റെ മുഖത്തിനിട്ട് ലാറ മാന്തുകയും അയാൾക്ക് മുഖത്ത് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്യുകയാണ്. ഇത് ബ്ലാക്ക് മാജിക് ആണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഷാമാൻ ജീവനം കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആയുവും അർമനും അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സീനോ എന്ന് പറയുന്ന വികൃതി ചെക്കൻ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വെള്ളമടി പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് സീനോ അവന്റെ കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഒരു വേശിക്ക് പോലും നിന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ നമ്മുടെ സീനോയെ കളിയാക്കി അവനെ അപ്പ തന്നെ അടിച്ച് നിലം പരിശാക്കുന്നു സീനോ. അന്ന് രാത്രി ആയു ഫോണിൽ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കട്ടിലിനടിയിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. അവൾ അങ്ങനെ കട്ടിലിനടിയിലേക്ക് നോക്കിയപ്പോ ഒരു പ്രേതത്തിന്റെ കാല് മാത്രം അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റിട്ട് ലാറയെ നോക്കി. ലാറയാകട്ടെ എന്തോ കണ്ട് പേടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആയുവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഷാമാൻ ഉണ്ടല്ലോ, റഹ്മത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ മരിച്ചിരിക്കുന്നതാണ്. മരണ വീട്ടിൽ ഇപ്പൊ നാട്ടുകാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയുന്നത് ലാറയുടെ വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഈ ഒരു ഷാമാൻ മരിച്ചിരിക്കുന്നതെന്നാണ്. മരണ വീട്ടിൽ ഇങ്ങനെ ഗോസിപ്പുകൾ പറയാൻ പാടില്ല എന്ന് ദാമൻ നാട്ടുകാരെ മൊത്തം വിലക്കി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സിനോ വന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ദാമനോടും നാട്ടുകാരോടും പറയുന്നത്. ഇതേ സമയം അർമനാകട്ടെ വണ്ടിയും എടുത്ത് ടൗണിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നത്. റഹ്മത്ത് മരിച്ച കാര്യം അറിഞ്ഞ് ആയുവും അർമനും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വൈകാതെ തന്നെ അർമൻ ടൗണിലേക്ക് പോകുന്നു. അപ്പോഴാണ് ദാമൻ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ആയുവിനോട് സംസാരിക്കുന്നു. ആരാണ് ഇവിടെ നിന്നും പോയതെന്ന് ചോദിക്കുമ്പോൾ അത് ലാറയുടെയും എന്റെയും ഫ്രണ്ടാണ്. നാട്ടുകാര് പലതും പറയുന്നുണ്ട്. ഇന്നലെ ഷാമാനായിട്ടുള്ള റഹ്മത്ത് ഇവിടെ വന്നിരുന്നോ എന്ന് ദാമൻ ആയുവിനോട് ചോദിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആയു ദാമനോട് പറഞ്ഞു. എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ നീ മടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദാമൻ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് തന്നെ ലാറ കട്ടിലിൽ നിന്ന് വീഴുന്നുണ്ട്. അവളെ താങ്ങി പിടിച്ച് കട്ടിലേക്ക് തന്നെ കിടത്തുകയാണ് ആയു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അർമനെയാണ്. അവനിപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ഷാമാന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ലാറയുടെ അവസ്ഥയെ പറ്റി അർമാൻ ആ ഒരു ഷാമാന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ലാറയെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഒരുപാട് പൈസയും ചോദിക്കുന്നു. മറുവശത്ത് വീട്ടില് ആയു ഇപ്പോ ലാറയുടെ ശരീരം മൊത്തം തുടച്ചു കൊടുക്കുകയാണ്. അവളുടെ പുറംഭാഗത്തൊക്കെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവ് തുടയ്ക്കുന്നതിനിടയിൽ ഒരു കാഴ്ച കണ്ട് അവളാകെ ഞെട്ടിത്തരിച്ചു പോയി. ആ മുറിവില് ഒരു കണ്ണ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ കണ്ണാകട്ടെ ഇപ്പൊ ആയുവിനെ തുറിച്ചു നോക്കുന്നു. പേടിച്ചു വിറച്ച ആയു ആകട്ടെ പുറത്തേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും അർമൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അർമൻ വന്നിട്ട് അവിടെ മൊത്തം അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. മാത്രമല്ല ലാറയുടെ സ്ഥിതി വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ലാറയും കൊണ്ട് ടൗണിലുള്ള ഷാമാന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആയുവും അർമനും. അങ്ങനെ ഷാമാൻ അയാളുടെ റിച്വലും മറ്റുമൊക്കെ തുടങ്ങി. അവളുടെ മുഖത്തുണ്ടായിരുന്ന ഓരോ സൂചികളും എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് ഓരോന്ന് എടുക്കും തോറും അവളുടെ സ്ഥിതി വഷളാകാനായിട്ട് തുടങ്ങുന്നു. മാത്രമല്ല ലാറയുടെ വായിൽ നിന്ന് ഒരുപാട് വവ്വാലുകൾ പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഈ ഷാമാൻ വിട്ടുകൊടുത്തില്ല. ഓരോ സൂചികളും അയാൾ എടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരെണ്ണം മാത്രം ആ ഒരു ഷാമാന് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് വളരെയധികം ശക്തിയുള്ള ഒന്നായിരുന്നു. ഈ എടുത്ത സുസുക്കുകളെല്ലാം തന്നെ അർമന്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം ഷാമാൻ എല്ലാ കാര്യങ്ങളും അർമനോട് തുറന്നു പറഞ്ഞു. ഒരെണ്ണം മാത്രം എടുത്തിട്ടില്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കാം, താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം എന്ന രീതിയിൽ ഇത് കണ്ടാ മതി. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. ഇപ്പോ നമ്മുടെ ലാറയുടെ അസുഖങ്ങളൊക്കെ ഭേദപ്പെട്ടു വരികയാണ്. അവൾക്ക് മുറിവുകളെല്ലാം തന്നെ മുഖത്തു നിന്നും പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മാറ്റമാണ് ചേച്ചിക്ക് വന്നതെങ്കിലും നമ്മുടെ ആയുവിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആയുവും അർമനും കൂടി ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അർമൻ ആയുവിനോട് പറയുന്നു.
അപ്പോൾ ആയു പറയുന്നുണ്ട്, ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ എന്നോട് പണ്ട് പറയുമായിരുന്നു. ലാറയെ നോക്കാനായിട്ട് അർമനെ ഏൽപ്പിച്ച ശേഷം ഇപ്പോ ആയു ചന്തയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ്. കടക്കാരും മറ്റു നാട്ടുകാരും എല്ലാവരും തന്നെ ആയുവിനോട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ആയു അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ സീനോ എന്ന് പറയുന്ന വികൃതി ചെക്കൻ അവളെ പിന്തുടരുകയാണ്. എന്നിട്ട് നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവൾ ഒട്ടും ശരിയല്ല, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾ എന്നെ റിജക്ട് ചെയ്തു. എന്നിട്ടോ അവള് ലാസ്റ്റ് ഒരു സെക്സ് വർക്കർ ആയി തീർന്നില്ലേ, നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണമടി, നിന്റെ അമ്മയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കേട്ടപ്പോ ആയുവിന് ദേഷ്യം പിടിച്ചു. അവൾ അപ്പൊ തന്നെ അവന്റെ ചെകിട്ടത്തിട്ട് ഒന്നങ്ങോട്ട് കൊടുത്തു. വാശി കയറിയ സീനോ അപ്പോ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് നേരെ പുലമ്പി. നിന്റെ അമ്മയ്ക്ക് 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, നിങ്ങൾ 2 പേരും 2 തന്തയ്ക്ക് പിറന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. പക്ഷെ ഇവൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് നമ്മുടെ ആയുവിനും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അതെല്ലാം തന്നെ ദാമൻ എന്ന് പറയുന്ന ആളോട് ചോദിക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ ആയു ചെല്ലുന്നത്. ദാമന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ പുള്ളിക്കാരന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആയുവിനോട് സംസാരിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ദാമൻ കേട്ടില്ല. ദാമൻ അങ്ങനെ ആയുവിന്റെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്തു. അവളുടെ അമ്മയ്ക്ക് ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം ഭർത്താവ് അത് കണ്ടെത്തി. എന്നിട്ട് ആയുവിന്റെ അമ്മയെ കൊലപ്പെടുത്താനായിട്ട് നോക്കി. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഭർത്താവിനെ നാട്ടുകാര് കൈയോടെ പിടികൂടി കൊലപ്പെടുത്തുകയും ചെയ്തു. ചാമിങ് നീഡിൽസ് നിന്റെ അമ്മയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കാൻ നേരം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവളും മരിച്ചത്. ഇതെല്ലാം കേട്ട് വിഷമിച്ച് ആയു വീട്ടിലേക്ക് പോയി. ലാറയോട് കുറച്ചു നേരം സംസാരിച്ച ശേഷം ആയു അവളുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങി. പിന്നീട് എപ്പോഴോ അവള് കണ്ണു തുറന്നു നോക്കുമ്പോൾ ലാറയെ ബെഡിൽ കാണാനില്ല. പേടിച്ചു വിറച്ച് ആയു ഇപ്പോ ലാറയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിണറ്റിന്റെ കരയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അവൾ അങ്ങോട്ടേക്ക് പതിയെ പതിയെ നടന്നു പോയി നോക്കി. ഒരുപാട് തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം വകഞ്ഞു മാറ്റി അവൾ മുന്നോട്ടേക്ക് പോയി നോക്കിയപ്പോൾ ഇവളുടെ മരിച്ചുപോയ അമ്മ ഇപ്പോ ലാറയെ കുളിപ്പിക്കുകയാണ്. അതും വെള്ളം കൊണ്ടല്ല, രക്തം കൊണ്ട്. ഈ കാഴ്ച കണ്ട ആയു ആകട്ടെ നിലവിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും അർമൻ അങ്ങോട്ടേക്ക് വന്നു. ഉടൻ തന്നെ അവളുടെ അമ്മ അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. ലാറ അവിടെ തന്നെ കിടക്കുന്നു. അന്ന് അർമൻ ആയുവിനോട് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഇവളെ ഇത്രയും കഷ്ടപ്പെടുത്തണോ? ലാറയെ നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കാം. അത് കേട്ടതും ആയു സമ്മതിക്കുന്നില്ല. നിനക്ക് സഹായിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും പോകാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നാണ് ആയു അർമനോട് പറയുന്നത്. അടുത്ത ദിവസം തന്നെ ദാമനെയും കൂട്ടിയിട്ട് ആയു ഇപ്പൊ മറ്റൊരു ഷാമാനെ തേടി പോവുകയാണ്. പക്ഷെ ആ ഒരു ഷാമാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം മുമ്പേ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവുമില്ല. ദാമൻ അങ്ങനെ ആയുവിന്റെ അടുത്ത് ഒരു നഗ്ന സത്യം പറയുകയാണ്. ദാമന്റെ മകളാണ് ശരിക്കും ആയു. മറുവശത്ത് വീട്ടിലാകട്ടെ ലാറയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഇത് കണ്ട് അർമനാകെ അത്ഭുതത്തോടെ അവളെ നോക്കുന്നു. അമ്മയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത് എന്നോടായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി ദാമന്റെ കാറിൽ നിന്നും ആയു പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. മറുവശത്ത് ലാറയാകട്ടെ നമ്മുടെ അർമനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുമൊക്കെ മുതിരുകയാണ്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആയു കടന്നു വരുന്നത്. അതെല്ലാം തന്നെ ആ ഒരു പിശാചിന്റെ തന്ത്രമായിരുന്നു. ആയു ഇത് കണ്ടതോടുകൂടി അർമനെ തെറ്റിദ്ധരിക്കുകയും അവരോട് ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പറയുന്നു. യഥാർത്ഥത്തില് ലാറയുടെ മുറിവുകളൊന്നും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പിശാചിന്റെ പണിയായിരുന്നു ഇതെല്ലാം. തനിക്കിനി ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരയുകയാണ് ആയു. അർമൻ നേരെ പോയത് ദാമന്റെ അടുത്തേക്കായിരുന്നു. പുള്ളിക്കാരന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അർമൻ തുറന്നു പറഞ്ഞു. തിരികെ അർമൻ വീട്ടിലേക്ക് തന്നെ പോകുമ്പോഴാണ് സീനോയും കൂട്ടരും അങ്ങോട്ടേക്ക് വന്ന് ലാറയുടെയും ആയുവിന്റെയും വീട് ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇത് തടയാനായിട്ട് നമ്മുടെ അർമൻ അങ്ങോട്ടേക്ക് ചെല്ലുകയും അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാത്തിനെയും വീടിന്റെ പരിസരത്ത് നിന്നും അർമൻ ഓടിച്ചു കളഞ്ഞു. പക്ഷെ അവന് വയറിന്റെ ഭാഗത്തായിട്ട് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മറുവശത്ത് വീട്ടിനകത്താകട്ടെ ആയു കണ്ണു തുറന്നു നോക്കുമ്പോൾ ലാറയെ ബെഡിൽ കാണാനില്ല. വീണ്ടും അവൾ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം അവിടെ മൊത്തം തിരയുന്നുണ്ട്. സീനോയും കൂട്ടരും അവിടുത്തെ കറന്റ് മൊത്തം കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാറയെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ കുറെ നേരം തിരഞ്ഞതിന് ശേഷം അവൾ നോക്കുമ്പോൾ ലാറ ഓടി വന്നിട്ട് ആയുവിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ദാമനും നേരത്തെ ലാറയുടെ ശരീരത്തിൽ നിന്നും മുട്ടുസൂചികൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷാമാനും അങ്ങോട്ടേക്ക് വരുന്നു. പ്രാസ് എന്നാണ് ആ ഷാമാന്റെ പേര്. അങ്ങനെ ഈ ഷാമാനാകട്ടെ ഇപ്പോ ലാറാസിന്റെ ശരീരത്തിൽ നിന്നും അവസാനത്തെ ആ ശക്തിയുള്ള മുട്ടുസൂചി എടുക്കാനായിട്ട് പോവുകയാണ്. അർമൻ നല്ല ആളാണെന്നും പിശാചിന്റെ തന്ത്രമായിരുന്നു അതെന്നും ആയു ഇപ്പോ ദാമനിൽ നിന്നും മനസ്സിലാക്കുന്നു. റിച്വലും മറ്റൊക്കെ തുടങ്ങി. അപ്പോഴേക്കും ഉഗ്രരൂപം കൊണ്ട് ലാറയുടെ ദേഹത്തേക്ക് ആ ഒരു പിശാച് വന്നിട്ടുണ്ടായിരുന്നു. മന്ത്രവാദിയും ലാറയുടെ ദേഹത്തുള്ള പിശാചും കൂടി ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനോ നേരെ നാട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അവളെ ഈ ഒരു നാട്ടിൽ നിന്ന് തന്നെ പായിപ്പിക്കണം, അവളുടെ വീടിന് തീ വെക്കണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ചൊടിപ്പിച്ചിട്ട് ഇപ്പോ ആയുവിന്റെയും ലാറയുടെയും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ വീട്ടിലാകട്ടെ ലാറ പെട്ടെന്ന് ശാന്തമാവുകയാണ്. അവളുടെ ദേഹത്ത് ഇപ്പോ ഒരു മുറിവ് പോലും ഇല്ല. ഉടൻ തന്നെ ലാറ
അർമനെ നേരത്തെ മയക്കാനായിട്ട് ശ്രമിച്ചതുപോലെ ഈ ഒരു മന്ത്രവാദിയെയും മയക്കുന്നു. ലാറയുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയ ഷാമാനെ അപ്പോൾ തന്നെ കടിച്ച് പറിച്ച് തിന്നുകയാണ്. രാമനും ആയുവും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും നാട്ടുകാര് വീട് മൊത്തം വളഞ്ഞിട്ടുണ്ടായിരുന്നു. രാമൻ ഉടനെ തന്നെ എന്നെ നോക്കണ്ട, നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴേക്കും നമ്മുടെ അർമനും അങ്ങോട്ടേക്ക് എത്തി. തന്റെ മകളെ അർമനെ ഏൽപ്പിക്കുകയാണ് ദാമൻ. അതിനുശേഷം നിന്റെ അമ്മയെ അടക്കിയ അതേ കുഴിയിൽ തന്നെ ലാറയും അടക്കണം. അതോടുകൂടിയിട്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്നാണ് ദാമൻ പറയുന്നത്. ലാറയാകട്ടെ ഇപ്പൊ ബോധം കെട്ട അവസ്ഥയിലാണ്. അവളെ ഒരു പായിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് ഇപ്പോ അർമനും ആയും അവിടെ നിന്നും കാറിൽ കയറി പോകുന്നു. ഈ സമയം നാട്ടുകാരാകട്ടെ നമ്മുടെ ദാമനെ പിടിച്ചു കെട്ടി. നാട്ടുകാരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സീനോ ദാമനെ കൊലപ്പെടുത്തുന്നു. അതോടുകൂടി നാട്ടുകാര് കൈയൊഴിഞ്ഞ മട്ടാണ്. ഈ കൊലക്കേസൊന്നും ഞങ്ങൾ കേൾക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാര് ചിതറിയോടി. കാറിൽ പോയിക്കൊണ്ടിരുന്ന അർമനെയും ആയുവിനെയും തടയാനായിട്ട് വീണ്ടും സീനോ വരികയാണ്. പക്ഷെ ഇത്തവണ അർമൻ വിട്ടുകൊടുത്തില്ല. അവന്റെ മേത്തോടെ തന്നെ കാർ അങ്ങോട്ട് കയറ്റി കൊടുത്തു. അതോടുകൂടി സീനോയുടെ ചൊറിച്ചില് അവസാനിക്കുകയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അർമനും ആയുവും കൂടി ചേർന്ന് ശവപ്പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കുഴിമാടം കണ്ടുപിടിക്കണം. കഷ്ടപ്പെട്ട് കുഴിമാടം കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാ മണ്ണും നീക്കി നോക്കിയപ്പോ അതല്ലായിരുന്നു കുഴിമാടം, അത് മറ്റാരുടെയോ കുഴിമാടമായിരുന്നു. യഥാർത്ഥ കുഴിമാടം തോണ്ടി തോണ്ടി ഇപ്പോ അവരാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലാറയുടെ ദേഹത്തേക്ക് വീണ്ടും ആ ഒരു പിശാച് കയറിയിട്ട് നമ്മുടെ അർമന്റെ കഥ കഴിക്കുകയാണ്. ആയു ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് ദാമൻ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ഇവളെയും അമ്മയുടെ കൂടെ അടക്കം ചെയ്യേണ്ട കാര്യം. അമ്മയുടെ കുഴിമാടത്തിലുണ്ടായിരുന്ന മണ്ണൊക്കെ ഇപ്പോ ഏകദേശം നമ്മുടെ ആയു മാറ്റിക്കഴിഞ്ഞു. അപ്പോഴേക്കും ലാറയുടെ ദേഹത്തുണ്ടായിരുന്ന പ്രേതം പോയ മട്ടാണ്. അവളിപ്പോൾ നമ്മുടെ ആയുവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് പിശാചിന്റെ അടവാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആയുവാകട്ടെ അമ്മയെ അടക്കം ചേരുന്ന ആ ഒരു കുഴിമാടത്തിലേക്ക് തന്റെ ചേച്ചിയായിട്ടുള്ള ലാറയെ തള്ളിയിടുകയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ ലാറയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ പിശാച് അവിടെ നിന്നും അപ്രത്യക്ഷമായി പോകുന്നു. ലാറയാകട്ടെ ആ ഒരു കുഴിമാടം മൊത്തം മണ്ണിട്ട് നികത്തി ഇപ്പോൾ കാറിലേക്ക് കയറുന്നതും കാണിക്കുന്നു. കാറിനുള്ളിലുണ്ടായിരുന്ന റിയർവ്യൂ മിററിലേക്ക് നോക്കിയിട്ട് അവളുടെ മുടിയും മറ്റുമൊക്കെ ശരിയാക്കി വെക്കുന്നു. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവൾ ഇപ്പോൾ ഇരിക്കുന്നത്. ആയു സ്നേഹിച്ച ആരും തന്നെ ഇപ്പോൾ അവളുടെ കൂടെയില്ല. ഇനി തിരിച്ച് അവള് സിറ്റിയിലേക്ക് പോയിട്ട് നല്ലൊരു ജീവിതം നയിക്കുമോ എന്നൊന്നും ഈ ഒരു സിനിമയുടെ അവസാനത്തിൽ കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഇതിന്റെ രണ്ടാം പാർട്ട് വരുന്നുണ്ടായിരിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എസ്പെഷ്യലി ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.